നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് ആശ്വാസം. ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. അശ്വതിയുണ്ട് വിശദാംശങ്ങളുമായി. അശ്വതി, നടിയെ ആക്രമിച്ച കേസ് നമുക്കറിയാം കുറച്ച് വർഷങ്ങളായി തന്നെ നിയമ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദിലീപിന് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. അദ്ദേഹം ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ. ഭദ്ര നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തി എന്ന കേസിൽ നടൻ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതി ഇപ്പോൾ അത് തള്ളിയിരിക്കുകയാണ്. ആ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ദിലീപിന് ആശ്വാസകരമായിട്ടുള്ള ഒരു വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാരിന്റെ ഹർജി തീർപ്പാക്കിയിരിക്കുകയാണ്. വിചാരണ അന്തിമഘട്ടത്തിലായതിനാൽ ജാമ്യം റദ്ദാക്കാനാകില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. തുടർ വിചാരണയെ ഇത് ബാധിക്കരുത്. വിചാരണ കോടതിയുടെ കണ്ടെത്തലുകളും പരാമർശങ്ങളും തുടർ വിചാരണയെ ബാധിക്കരുത് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ ക്രൈംബ്രാഞ്ച് ആവശ്യത്തിലും ഹൈക്കോടതി ഇടപെട്ടിട്ടില്ല. ജാമ്യം റദ്ദാക്കിയാൽ കൂടുതൽ നിയമ പോരാട്ടത്തിലേക്ക് ഇത് പോകേണ്ടി വരും എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ ഹർജിയും ഹൈക്കോടതി തീർപ്പാക്കിയിട്ടുണ്ട്. തുടർ വിചാരണയെ ബാധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഇപ്പോൾ ഈ ഹർജി റദ്ദാക്കിയിരിക്കുന്നത്. ജസ്റ്റിസ് സോഫി തോമസിന്റെ ബെഞ്ചാണ് ഇതിൽ വിധി പറഞ്ഞിരിക്കുന്നത്. തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ദിലീപ് ശ്രമിച്ചു എന്ന് ആരോപിച്ചാണ് ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹർജി നൽകിയത്. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി സർക്കാർ വിചാരണ കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അവിടെയും തള്ളുകയാണ് ചെയ്തത്. തുടർന്നാണ് ഇത് ഹൈക്കോടതിയെ സമീപിച്ചത്. തെളിവുകൾ പരിശോധിക്കാതെയാണ് ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം വിചാരണ കോടതി തള്ളിയത് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം. ഇതിലെ ചില ആളുകളുണ്ട്. വിപിൻലാൽ ദാസൻ, സാഗർ വിൻസെന്റ്, ഡോക്ടർ ഹൈദരലി, ശരത് ബാബു, ജിൻസൺ തുടങ്ങി 10ഓളം സാക്ഷികളെ ദിലീപ് സ്വാധീനിച്ചു എന്നതായിരുന്നു ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആരോപണം. സാക്ഷികളെ സ്വാധീനിച്ചതിന് തെളിവായ ശബ്ദ സന്ദേശങ്ങൾ ആധികാരികതയില്ലെന്ന പരാമർശം തെറ്റാണ് എന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു. പ്രോസിക്യൂഷന്റെ ആവശ്യം തള്ളിയ വിചാരണ കോടതിയുടെ വിധി നിയമവിരുദ്ധമാണ് എന്നും ഹർജിയിൽ വാദിച്ചിരുന്നു. ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ നടൻ ദിലീപിന് ആശ്വാസകരമായ ഒരു വിധി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഭദ്ര.